ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കരുനാഗപ്പള്ളി വരെ പോയതാണ്. ചുമ്മാ കുറച്ച് പർച്ചേസിങ്, ബാങ്കിലൊന്ന് പോകണമായിരുന്നു. ഇങ്ങനെ ബാങ്കിലൊക്കെ പോയിട്ട് വന്നിട്ടത് സ്റ്റുഡിയോയിലൊന്ന് കയറി, അത്യാവശ്യം കളക്ഷനൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് കയറി. ജസ്റ്റ് 2-3 ടീഷർട്ടൊക്കെ കുഞ്ഞിനെടുത്ത് അങ്ങനെ എല്ലാം നടന്ന് കണ്ടു. നല്ല കളക്ഷനാണ് അത്യാവശ്യം. ഞാൻ ഇത്ര മോഡേൺ ഡ്രസ്സൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല കളക്ഷനുണ്ട്. ഇവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ എടുക്കുന്നത് എങ്കിലും അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒന്നും കാണത്തില്ല. ഈ വ്യൂ കണ്ടോ, ഇത് ഭംഗിയുണ്ട് കാണാനൊന്ന് നോക്കിക്കേ. എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ നിന്നോട് നോക്കിയേ, സൂപ്പറല്ലേ. കണ്ടോ, ഇതിവിടെ ശരിക്കും 4 വരി പാതയായി കണ്ടോ. പക്ഷേ ഇതിലേക്കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന കാര്യം ദൈവമേ ഇച്ചിരി പാടാം. അതുകൊണ്ട് വണ്ടി ഞങ്ങൾ ഓച്ചറ വെച്ചിട്ട് ബസ്സിനാണ് ഇങ്ങോട്ട് വന്നത്, കരുനാഗപ്പള്ളിക്ക് വന്നത്. അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ ഫാറൂസിന് വീട്ടിലിടാനും ഇടയിലിട്ടുകൊണ്ട് പോകാനുള്ള 2 അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല കളക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയതും പ്രിയദർശിനിക്കാണ്. തിരിച്ചു പ്രിയദർശിനി കിട്ടി. വണ്ടി ഓച്ചറ വെച്ചിട്ടാണ് പോയത്. കാര്യം ഇപ്പോഴത്തെ റോഡ് പണി നടക്കുന്നത് കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി 2 വീലറിൽ പോയി വരുന്നതിനൊക്കെ. നമ്മൾ സൂക്ഷിച്ചോടിച്ചാൽ നമുക്കെതിരെ വരുന്ന വണ്ടി നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര പാടാണ് ഇപ്പം. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ മറച്ചു പിടിക്കുന്നത്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ചേച്ചി എന്നെ അങ്ങ് വാച്ച് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഗീസ്കട്ട് ഞങ്ങൾ ഫോൺ മറച്ച് പിടിച്ചിരുന്നതാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന്. ഇപ്പോഴാണ് ഒരവസരം കിട്ടിയത്. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി ഓച്ചറയിൽ. 1-ാം തീയതി കടയും കൂടെ ഭയങ്കര തിരക്കാണ് ഓച്ചറയിൽ. അതുകൊണ്ട് ഞങ്ങളിത് കേക്ക് വേൾഡിൻ്റെ അടുത്തെത്തി. ഇതിൻ്റെ അപ്പുറത്താണ് വണ്ടി വെച്ചിട്ട് പോയത് കേട്ടോ. എന്നാലും സ്റ്റാൻഡിലേ ഇറങ്ങത്തുള്ളൂ. കാര്യം ഓച്ചറ അമ്പലത്തിനകത്ത് കയറണം, ഒന്ന് തൊഴണം, പറ്റുമെങ്കിൽ ആഹാരം കഴിക്കണം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഓച്ചറയിലേക്ക് വരുന്നത്. നടക്കുമെന്നറിയത്തില്ല. ഇങ്ങനെ നമ്മുടെ ഓച്ചറ പഞ്ചായത്ത്, ഓച്ചറക്കാർക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഓച്ചറ പഞ്ചായത്ത് കഴിഞ്ഞു. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ്. അങ്ങനത്തെ നമ്മുടെ ഓച്ചറ പള്ളിയുടെ ചെറിയ ഗോപുരം കാണാം. മുകളിലോട്ട് കാണുന്നുണ്ടോ ഗൈസ്? ഇവിടെ നമുക്കങ്ങനെ ജാതി മത ഭേദമന്യേ ഒന്നുമില്ല. എല്ലാം നമ്മളെല്ലാവരും തുല്യരാണ് ഇവിടെ. നമ്മളൊരു പരിപാടി വന്നാൽ എല്ലാവരും ഒരേപോലെ നിൽക്കും. ഉണ്ടോ, ഇതാണ് നമ്മുടെ ഓച്ചറ പള്ളി. ഇവിടെ ഒരു ബിരിയാണിക്കടയുണ്ട്, സൽക്കാര ബിരിയാണിക്കട. സൂപ്പറാണ്. നല്ല ബിരിയാണിയാണെന്നറിയാം അവിടുത്തെ. 12:30 ആകുമ്പോഴത്തേക്ക് അവിടെ കഴിയും, പിന്നെ കിട്ടത്തില്ല. സൂപ്പർ സാധനം. അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോവും ആ ഒരു സാധനം അവിടെ, പിന്നെ കിട്ടത്തില്ല. പിന്നെ ഇതേ നമ്മുടെ പള്ളി, പിന്നെ നമ്മുടെ ഓച്ചറ അമ്പലം. ഇതേ പള്ളി കഴിഞ്ഞു, ഇനി ഓച്ചറ അമ്പലം. നമ്മുടെ ഓച്ചറ അമ്പലത്തിൻ്റെ ഗോപുരം ഇവിടെ നിന്നുകൊണ്ട് കാണാം. അത്യാവശ്യം ബസ്സിലും നല്ല തിരക്കുണ്ട്. നമുക്ക് നിൽക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കൊരു സീറ്റ് കിട്ടി, അവിടെ ഇരുന്നത്. അങ്ങനെ ദേ നമ്മൾ ഓച്ചറ എത്തി. കണ്ടോ, ഇന്ന് കർക്കിടക മാസം 1. എന്തോരം തിരക്കാണെന്നറിയോ ഓച്ചറയിൽ. ചോറ് കഴിക്കാമെന്നും പറഞ്ഞ് കാര്യമായിട്ട് വന്നതാ ഗൈസ്. നോക്കിയേ, എന്തു തിരക്കാന്ന് നോക്കിക്കേ. ഇത് നമ്മുടെ അവിടെ അന്നദാന മന്ദിരം കഴിഞ്ഞിട്ടും ഇങ്ങ് വന്നിട്ട് ഉണ്ടിക്കാവിൻ്റെ അടുത്ത് വരെയായിരുന്നു അങ്ങ് ക്യൂവ്. കുറച്ച് നേരമൊക്കെ നിന്നു. അങ്ങനെ ചോറ് കഴിച്ചു. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് കുഞ്ഞിന് കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാൻ സ്വീറ്റ് ബഡ്സ് കയറി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ, സീ യു ഗൈസ്.